ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7 NCERT സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 1 ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ 1000 ഇയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് പാർട്ട് 1 ഞാൻ പാർട്ട് 2ഉം പാർട്ട് 3യും ഞാൻ ഇന്ന ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ലിങ്കിലേക്ക് വരെ കണ്ടാൽ മതി. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു പീരീഡിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആക്കിയിരുന്നു. വേർ ദ രജപുട്സ്, എ നെയിം ഡെറിവേഡ് ഫ്രം രജപുത്ര. ഇവിടെ രജപുട്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ആ ഒരു നെയിമിന് ഡെറിവേറ്റ് ചെയ്യാണ് രജപുത്ര എന്നാണ് പറയുന്നത്. ദ സൺ ഓഫ് ദ റൂളർ, ഒരു റൂളറിൻ്റെ മകൻ. Between the 8th and 14th century, the term was applied more generally to group of warriors who claimed ക്ഷത്രിയ കേസ് സ്റ്റാറ്റസ്. അപ്പോൾ ഒരു റൂളറിൻ്റെ മകളിലും ഗ്രൂപ്പ് ഓഫ് അത് ബിറ്റ്വീൻ ദ 8th ഉം 14th സെൻറ്ററീസിലാണ് നടന്നത്. ദ ടേം ഇൻക്ലൂഡഡ് നോട്ട് just rulers and chieftains, but also soldiers and commanders who served in the armies. കമാൻഡേഴ്സും മൊണാർച്ചസും ഓൾ ഓവർ ദ കോണ്ടിനെൻ്റിൽ അതുണ്ടായിരുന്നു. A chivalric code of where the quality attributed of to Rajputs by their poets and bards, other groups of people such as the Marathas, Sikhs, Jats, Ahoms and Gayastas, a castle of scribes and secretaries. അപ്പോൾ അതൊക്കെ ഒരു സ്ക്രൈബ്സും സീക്രട്ടറിസും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, സിഖും മറാത്താസിലൊക്കെ. ഓൾസോ യൂസ് ദ opportunities of the age become political important. Throughout this period, there was a gradually clearing of forest and the extensions of agriculture. അപ്പോൾ അഗ്രികൾച്ചറിനൊക്കെ വളരെയധികം ഗ്രാഡുവലി ക്ലിയർ ആയിരുന്നു. ഫോറസ്റ്റിലൊക്കെ a changed faster and more completed in some areas than in other changes in their habitat forced many forest dwellers to migrate. കുറേ ഫോറസ്റ്റ് ഡെല്ലേഴ്സൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. അവരുടെ ഹാബിറ്റേറ്റ്സിന് വളരെയധികം ചേഞ്ചസും വന്നിട്ടുണ്ട്, പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ദീസ് ന്യൂ പീസൻ്റ് ഗ്രൂപ്പ്സ് ഗ്രാഡുവലി ബിക്കം ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ റീജിയണൽ മാർക്കറ്റ്സ്, chieftains, priests, monasteries and temples. They become part of a large complex societies. വളരെയധികം വലിയ കോംപ്ലക്സിലും സൊസൈറ്റീസിലൊക്കെ അതൊരു ഇതാണ്. ടാക്സസ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. and were required to pay taxes of other offer goods and services to local lords. As a result, significant economic new social and political groups, പുതിയ സാമൂഹിക പിന്നെ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സും. The study of the 1000 years between 700 and 1750 is a huge challenge. അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷം, 1000 വർഷങ്ങൾക്ക് ശേഷവും പിന്നെ 700 പിന്നെ 1750 വർഷത്തിനു ശേഷമുള്ള പഠിത്തം ചരിത്രകാരന്മാരുടെ ഒരു ചാലഞ്ചായിരുന്നു. ലാർജ്ലി ബിക്കോസ് ഓഫ് ദ സ്കെയിൽ ആൻഡ് വാരിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ഒക്യൂർഡ് ഓവർ ദിസ് പീരീഡ്. ആ ഒരു പീരീഡിൽ ഇത് വലിയൊരു ചാലഞ്ചായിരുന്നു. ഏത് ഡിഫറെൻറ്റ് മൂമെൻറ്റ്സ് ഇൻ ദിസ് പീരീഡ് ന്യൂ ടെക്നോളജീസ് മേഡ് ദെയർ അപ്പിയറൻസ്. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഇൻ ദിസ് പീരീഡ് ന്യൂ ടെക്നോളജീസ് മേഡ് ദെയർ അപ്പിയറൻസ്. ലൈക്ക് ദ പേർഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, അതായത് പേർഷ്യൻ വീൽ ഇറിഗേഷനിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. ഇതാണ് പേർഷ്യൻ വീല്. ഇതാണ് ഒരു പേർഷ്യൻ വീല്.
അപ്പോൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ അത് വെള്ളമാണ് വരിക, അതാണ് പേർഷ്യൻ വീല്. അത് ഇറിഗേഷനാണ് യൂസ് ചെയ്യുക. ദ സ്പിന്നിങ് വീൽ ഈസ് വീവിങ്, ഒരു സ്പിന്നിങ്ങിൽ വീല് യൂസ് ചെയ്തത് അത് വീവിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫയർ ആംസ് ഇൻ കോമ്പാക്ട്, ഫയർ ആംസ് കോമ്പാക്റ്റിലുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ന്യൂ ഫുഡ്സ് ആൻഡ് ബിവറേജ് അറൈവ്ഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്, പൊട്ടാറ്റോസ്, കോൺസ്, ചില്ലീസ്, ടീ ആൻഡ് കോഫി. Remember that all these innovation, new technologies and crops came along with the people who approached the other right. അപ്പോൾ ഇതൊക്കെ പൊട്ടാറ്റോസ്, കോണും, ചില്ലീസും, ടീയും, കോഫീസൊക്കെയാണ് ആ ഒരു ഇതിലുണ്ടായത്, ഇന്നോവേഷൻസിൽ, ടെക്നോളജീസ് ആൻഡ് ക്രോപ്സ് come along with the people who brought the other ideas with them as well. As a result, it was a period of economic, അപ്പോൾ ആ ഒരു പീരീഡ്, എക്കണോമിക്കിൻ്റെ പീരീഡിൽ പൊളിറ്റിക്കൽ, സോഷ്യലും പിന്നെ കൾച്ചറൽ ചേഞ്ചസും ആ ഒരു ടൈമിലുണ്ടായിരുന്നു. യു വിൽ ലേൺ അബൌട്ട് സം ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ ചാപ്റ്റർ 5 and 6 and 7. അപ്പോൾ അതൊക്കെ നമ്മൾ ചാപ്റ്റർ 5-ലും 6-ലും 7-ലും പഠിക്കുന്നതാണ്. This was also a period of greatly mobility. Group of people traveled long distance in search of opportunity. The subcontinent held immense wealth and the possibilities for people to carve a fortune. പീപ്പിൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ലോങ് ഡിസ്റ്റൻസിലാണ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടായത്. ദ ഓപ്പർച്യൂണിറ്റി അറ്റ് ദ സബ് കോണ്ടിനെൻറ്റ് ഹെൽഡ് ഇമേഴ്സ് വൺ ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഫ്രണ്ട്സും അവിടെ വന്ന് എമർജറ്റഡ് അമോങ് പീസൻസ്. സം പോസസ്ഡ് മോർ പ്രൊഡക്റ്റീവ് ലാൻഡ്, അതേഴ്സ് ഓൾസോ കെപ്റ്റ് കാറ്റിൽ ആൻഡ് സം combined artisanal work with agricultural activity during the learn season. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അഗ്രികൾച്ചറും അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് അത്ര ഡീറ്റെയിൽ പറയണമെന്നില്ല അല്ലേ. ആസ് ദ സൊസൈറ്റി ബിക്കം മോർ ഡിഫറെൻറ്റഡ്, ബിഗ് പീപ്പിൾ വെർ ഗ്രൂപ്പഡ് ഇൻ ടു ജാതീസ് ഓർ സബ് കേസ്റ്റസ് ആൻഡ് റാങ്ക്ഡ് ഓൺ ദ ബാസിസ് വേർ നോട്ട് ഫിക്സ്ഡ് പെർമനൻ്റ്ലി. അതൊരു ഫിക്സ് ആയിട്ടില്ല, ജാതീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് അതൊരു ഫിക്സ് അല്ല. ഒക്കുപ്പേഷൻസും ജാതീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് ഒക്കുപ്പേഷൻസൊക്കെ പോലും ചെയ്യുന്നത്. റാങ്ക്സ് വേർ നോട്ട് ഫിക്സ്ഡ് പെർമനൻ്റ്ലി ആൻഡ് വാരിഡ് അക്കോർഡിംഗ് ടു ദ പവർ, ഇൻഫ്ലുവൻസ് ആൻഡ് റിസോഴ്സസ് കൺട്രോൾഡ് ബൈ മെമ്പർ ഓഫ് ജാതി. അപ്പോൾ അങ്ങനെയാണ് അവർ വളരെയധികം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെമ്പേഴ്സ് ഓഫ് ജാതിയിൽപ്പെട്ട മെമ്പേഴ്സിനെ. The status of the same ജാതി could vary from area to area. ഒരു സ്റ്റാറ്റസാണ് അവർ നോക്കിയിരുന്നത്. സെയിം ജാതിയാണോ അല്ലെങ്കിൽ വേറെ ജാതിയാണോ എന്നൊക്കെ അവർ സ്റ്റാറ്റസാണ് നോക്കിയത്. Jadis framed their own rules and regulations to manage the conduct of their members. ജാതി ഫ്രെയിം their own rulers, അവരുടെ തൻ്റെ റൂളേഴ്സ് ആൻഡ് റെഗുലേഷൻസ് ടു മാനേജ് ദ conduct of their members. These regulations were enforced by an assemblies of elders described in some areas as the ജാതി പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ ചില ഏരിയാസിലൊക്കെ കാണാം ജാതി പഞ്ചായത്ത് കണ്ടിട്ട് അല്ലേ. ബട്ട് ജാതി വെർ ഓൾസോ റിക്വയർഡ് ടു ഫോളോ ദ റൂളേഴ്സ് ഓഫ് ദയർ വില്ലേജ്. അപ്പോൾ ജാതി എന്താണ് നോക്കിയിട്ടാണ് അവർ ഓരോരോ ഫോളോ ചെയ്യുന്നത്. അവരുടെ റൂളേഴ്സിൻ്റെ ജാതി നോക്കിയിട്ടാണ് അവരുടെ വില്ലേജസ് അവർ ഇതാവുന്നത് അല്ലേ. So several villages were governed by a chieftain. Together they were only one small unit of state. അവരൊക്കെ ഒരു സ്മോൾ യൂണിറ്റ്, സ്റ്റേറ്റിലെ ഒരു സ്മോൾ യൂണിറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയണമെങ്കിൽ ഹാബിറ്റേറ്റ് എന്ന് പറയണമെങ്കിൽ റീഫേഴ്സ് ടു ദ എൻവയോൺമെൻറ്റ് ഓഫ് എ റീജിയൻ ആൻഡ് ദ സോഷ്യൽ എക്കണോമിക് ലൈഫ് സ്റ്റൈലാണ് മെയിൻ പറയുന്നത് ഓഫ് ഇറ്റ്സ് റെസിഡൻസ്. ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ പേർഷ്യൻ വീല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേർഷ്യൻ വീലിന്. അപ്പോൾ പേർഷ്യൻ വീലിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.